أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. ആദരണീയനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട സുഹൃത്ത് ഷഫാഖ്, വേദിയിലുള്ള ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി അംഗം പി പി ഷൗക്കത്ത് അലി സാഹിബ്, SIO-വിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട സുഹൃത്ത് റഹീം, വേദിയിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെയും പോഷക സംവിധാനങ്ങളുടെയും ഒക്കെ ആദരണീയരായ നേതാക്കള്, ഈ വൈകുന്നേരത്തിൽ ഓമശ്ശേരിയിലെ ഈ ഗ്രൗണ്ടിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ള പ്രിയങ്കരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓമശ്ശേരി നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ റാലി നേരിട്ട് കാണാനുള്ള അവസരം ലഭിച്ചില്ല, വീഡിയോയിലൂടെ കാണുകയായിരുന്നു. നമ്മുടെ സഹപ്രവർത്തകർ കൈ ചുരുട്ടിയും കൈ ചുരുട്ടാതെയും ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ഒരുപാട് മുദ്രാവാക്യങ്ങളും പ്രഖ്യാപനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഫ്രീ ഫ്രീ പാലസ്റ്റൈൻ എന്നത് നമ്മൾ നടത്തിയ മുദ്രാവാക്യമാണ് എങ്കിൽ ആ മുദ്രാവാക്യം ഞാൻ കരുതുന്നു അതെന്നോ സംഭവിക്കാനുള്ള ഒരാഗ്രഹത്തിന്റെയോ ഒരഭിലാഷത്തിന്റെയോ പേരല്ല. ഈ ഭൂമി ലോകത്ത് സംഭവിക്കുമെന്ന് 100% ഉറപ്പുള്ള മനസ്ഥൈര്യത്തോടെ കൂടെ നമ്മൾ വിളിച്ചു പറഞ്ഞതാണ് ഫ്രീ ഫ്രീ പാലസ്റ്റൈൻ എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഈ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നടത്തിയ വിദ്യാർത്ഥി റാലിയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ആദ്യമേ അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹന്തലയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന തലവാചകത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ SIO പ്രവർത്തകരും കഴിഞ്ഞ 2 മാസക്കാലമായി വ്യാപകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും നല്ല ധാരണയുള്ളതുപോലെ സമകാലികമായ ലോകരാജ്യ സാഹചര്യങ്ങളുടെ ഒരു സന്ദർഭത്തിൽ വെച്ചുകൊണ്ടാണ് SIO ഇത്തരമൊരു ക്യാമ്പയിനും ഒരു പ്രഖ്യാപനവും നിർവഹിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കി, നമ്മുടെ സമകാലികമായ ലോക സാഹചര്യങ്ങളിലേക്ക് നോക്കിയിട്ട് SIO-വിന്റെ സഹപ്രവർത്തകർ കഴിഞ്ഞ 2 മാസക്കാലമായി കേരളത്തിലെ 1 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലേക്ക് ഈ ക്യാമ്പയിനിന്റെ സന്ദേശം എത്തിക്കുകയായിരുന്നു. നമ്മൾ വിദ്യാർത്ഥികളോട് ഗസയെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ബാബരിയെക്കുറിച്ച് ഭാവനാസംബന്ധമായി തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പശുവിന്റെ പേരിലുള്ള കൊലപാതകങ്ങളെ കുറിച്ച്, ബുൾഡോസർ രാജിനെ കുറിച്ച്, പൗരത്വ നിഷേധത്തെക്കുറിച്ച്, ഹിന്ദുത്വ വംശീയതയെക്കുറിച്ച്, ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന സയണിസത്തിന്റെയും വംശീയതയുടെയും വ്യത്യസ്തങ്ങളായ സംഭവങ്ങളെക്കുറിച്ചും നടപടികളെക്കുറിച്ചും സമകാലികമായ വിദ്യാർത്ഥികളോട് നമ്മൾ വിശദമായി സംവദിക്കുകയുണ്ടായി. കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെയുള്ള ധാരാളം ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുമായി നമ്മളിത് സംവദിച്ചു. നമ്മൾ എപ്പോഴാണ് ഈ തലവാചകത്തിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികളോട് സംവദിക്കുന്നത്? നമ്മൾക്ക് ചുറ്റുമുള്ള ലോകത്തിലേക്ക് നോക്കിയാൽ മുസ്ലിം സമൂഹത്തിന്റെ യാതനകളും വേദനകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമകാലിക ലോക സാഹചര്യം
നമ്മൾക്ക് ചുറ്റിലുമുള്ള ഏത് കോണിലേക്ക് നോക്കിയാലും നമ്മൾ കാണുവാൻ കഴിയും. ഗസ നമുക്കതിലേറെ നമുക്കറിയുന്നതാണ്. സുഡാനിലേക്ക് നോക്കിയാൽ നമുക്ക് വേദന നൽകുന്ന ധാരാളം അനുഭവങ്ങൾ കാണാൻ കഴിയുന്നു. ഉയ്ഗൂരിലേക്ക് നോക്കിയാൽ നമ്മൾക്ക് അതിനേക്കാൾ വേദനയേറിയ അനുഭവങ്ങൾ കാണാൻ കഴിയുന്നു. നമ്മുടെ ചുറ്റുപാടുകളിലെ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാലും സമാനമായ എത്രയോ അനുഭവങ്ങൾ നമ്മൾ കാണുകയാണ്. ഇങ്ങനെ ചുറ്റിലും വേദനകളും യാതനകളും നിറഞ്ഞിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ സമകാലികമായ സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു SIO ഹന്തലയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന തലവാചകത്തിൽ നിന്നുകൊണ്ട് സമകാലികരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് നമ്മൾ വിശദമായി സംവദിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഗസയിലെ മനുഷ്യരെ കുറിച്ച്, ഗസയിലെ ഒരു പിതാവ്, അഭയാർത്ഥി ക്യാമ്പിലാണ് അദ്ദേഹത്തിന്റെ വീടൊക്കെ തകർക്കപ്പെട്ടു, ഓൾറെഡി തകർക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അഭയാർത്ഥി ക്യാമ്പിൽ ഒന്നുമില്ലാത്ത, വെള്ളമില്ല, വെളിച്ചമില്ല, ഉപയോഗിക്കാൻ ഭക്ഷണമില്ല, വസ്ത്രമില്ല, അത്രയേറെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഒരു സന്ദർഭത്തിൽ സ്കൂളിൽ അഭയാർത്ഥി ക്യാമ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കുമേൽ 10,000 ടൺ ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ അമേരിക്ക നൽകുന്ന മിസൈൽ കൊണ്ടുപോയി ഇട്ട് കൊന്നുകളയുന്ന എത്ര രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്ര ഒരു ക്യാമ്പിൽ ഒരു പിതാവിനെ നമ്മൾ കാണാൻ കഴിയും. അദ്ദേഹം ഇതുപോലെ ഒരു കൂട്ടക്കൊലയുടെ മുഖത്ത് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇറച്ചി കഷ്ണങ്ങളുമായി വരുന്നത് നിങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്നുണ്ട്, ഈ കവറ് എന്റെ മകൻ അഹമ്മദാണ്. ഞങ്ങൾ ഈ ക്യാമ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കെ ക്യാമ്പിലേക്ക് മിസൈൽ കൊണ്ടുവന്ന് ബോംബിട്ട് ആ മനുഷ്യരെ ഛിന്ന ഭിന്നമാക്കി. ഞാൻ എന്റെ മകനെ തിരയുമ്പോ ആ ക്യാമ്പിലെ ആളുകൾ, അവിടെ മനുഷ്യ ശരീരങ്ങൾ ചിതറിച്ചിറക്കുന്ന സന്ദർഭത്തിൽ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകനുണ്ടല്ലോ അഹമ്മദ്, മകൻ അഹമ്മദിന്റെ തൂക്കം എത്രയാണ് അവന്റെ വെയിറ്റ്? ഞാൻ എന്റെ മകന്റെ വെയിറ്റ് പറഞ്ഞു കൊടുത്തു. അവർ ആ വെയിറ്റിന് സമാനമായ ഇറച്ചി കഷ്ണങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി എന്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, താങ്കളുടെ മകൻ അഹമ്മദാണിത്. ഇത്ര വേദനാജനകമായ എത്രയെത്രയോ സംഭവങ്ങൾ നമ്മൾക്ക് മുമ്പിലൂടെ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ലോക ചരിത്രത്തിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട, ലൈവ് ചെയ്യപ്പെട്ട വംശഹത്യ എന്ന് ഗസയിലെ വംശഹത്യയെ കുറിച്ച് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം നേരത്തെ നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിനേന എന്ന് പറയാൻ കഴിയില്ല, മിനിറ്റുകൾക്ക്, ഓരോ മിനിറ്റിലും മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ മാംസവും ഇറച്ചിയും രക്തവും തളംകെട്ടി നിൽക്കുന്ന ഗസയുടെ മണ്ണ് ലോകം കണ്ണു തുറന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതൊന്ന് നിർത്തുവാൻ ലോകത്തിന്റെ ഒരധികാര വ്യവസ്ഥകൾക്കും സാധിക്കാത്ത സ്വഭാവത്തിൽ കണ്ണുമിഴിച്ചു നിൽക്കുന്ന ലോകത്തെയും കണ്ണുമിഴിച്ചു നിൽക്കാതെ പോരാട്ടത്തിന്റെ തുടർച്ചകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗസയെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമകാലികമായ ലോക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നത്, പ്രിയമുള്ള സുഹൃത്തെ, എന്താണ് ഈ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി എന്നതിന്റെ അർത്ഥം എന്ന് നീ മനസ്സിലാക്കണമെന്നത്? എന്താണ് വിദ്യാർത്ഥിത്വം എന്നതിന്റെ അർത്ഥം നീ മനസ്സിലാക്കണം. കുന്തും ഖൈറ ഉമ്മത്തിൻ നുഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൂന അനിൽ മുൻകർ. മനുഷ്യരെ കുറിച്ച്, മനുഷ്യരെ ഭൂമിലോകത്തേക്ക് അവതരിപ്പിച്ചതിനെ കുറിച്ച്, അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ പ്രാഥമികമായ കർത്തവ്യമെങ്കിൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തെ, സമകാലികമായ ലോക സാഹചര്യത്തിൽ എന്താണ് തിന്മ എന്നതിനെ കുറിച്ചുള്ള വിചാരം നടത്തുവാൻ നമ്മൾക്ക് ഈ സന്ദർഭത്തിലെങ്കിലും സാധ്യമാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥി എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു എന്ന സന്ദേശമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ SIO വിദ്യാർത്ഥികളോട് സംവദിച്ചത്. നമ്മുടെ സമകാലികമായ ലോക സാഹചര്യത്തിൽ
ഇന്ത്യയിൽ നമുക്ക് ചുറ്റിലേക്ക് നോക്കിയാൽ എന്താണ് കാണാൻ കഴിയുന്നത്? ബുൾഡോസർ രാജുകളും പശുവിന്റെ പേരിലുള്ള കൊലപാതകങ്ങളൊക്കെ നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം നടന്ന മറ്റൊരു സംഭവം നമുക്കറിയാം. കാബാലികരായ ഹിന്ദുത്വ വംശീയവാദികൾ ഒരു ചെറുപ്പക്കാരനെ, +2 പയ്യനെ പിന്തുടരുകയാണ്. പിന്തുടർന്ന് വെടിവെച്ച് കൊന്നുകളയുകയാണ്. അവർ വിചാരിച്ചത് അതൊരു മുസ്ലിം പയ്യനാണ് എന്നായിരുന്നു. വെടിവെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഞങ്ങൾ കാളമാറിപ്പോയിട്ടുണ്ട്, അതൊരു ബ്രാഹ്മണനായിരുന്നു എന്ന്. വെടിവെച്ച് കൊന്ന ഈ മനുഷ്യർ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് സങ്കടമുണ്ട്, ഞങ്ങൾക്ക് വ്യസനമുണ്ട്. എന്തിനാണെന്നറിയോ? ഞങ്ങളുടെ തോക്ക് വെച്ചൊരു മനുഷ്യൻ, വെടിവെച്ചൊരു മനുഷ്യൻ തീർന്നു പോയതിനല്ല, മരിച്ചു പോയതിനല്ല, വെടിവെച്ച് ഞാൻ കൊന്നത് മുസ്ലിം അല്ലാത്ത ഒരാളെയാണല്ലോ എന്നതിൽ എനിക്ക് വ്യസനമുണ്ട്, സങ്കടമുണ്ട് എന്ന് ഏറ്റുപറയുന്ന കാബാലികരായ സംഘങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് SIO സമകാലികരായ വിദ്യാർത്ഥികളോട് ചോദിക്കുകയാണ്, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തെ, നിങ്ങളുടെ ഉള്ളിലുള്ള വിദ്യാർത്ഥിത്വം എവിടെയാണുള്ളത് എന്ന് അടയാളപ്പെടുത്തുവാൻ നിങ്ങൾ സന്നദ്ധമാണോ എന്നത്. നിങ്ങൾക്കുള്ളിലുള്ള വിദ്യാർത്ഥിത്വം എവിടെയാണെന്ന് അടയാളപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ സമകാലികമായ ലോകത്തെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് വംശീയതയാണ് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ കഴിയേണ്ടതുണ്ട് എന്നായിരുന്നു നമ്മൾ സംവദിച്ചത്. വംശീയതയെക്കുറിച്ച് മനസ്സിലാക്കാതെയും തിരിച്ചറിയാതെയും അതിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ, അതിനെതിരെയുള്ള പടയൊരുക്കങ്ങളിൽ അണിചേരാതെയും നിങ്ങൾക്ക് സമകാലികമായി ഒരു വിദ്യാർത്ഥിയായി ജീവിക്കുവാൻ കഴിയില്ല എന്നതായിരുന്നു SIO സംവദിച്ചുകൊണ്ടേയിരുന്നത്. നിങ്ങൾക്കൊരു വിദ്യാർത്ഥിയാവണമെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനമായ സവിശേഷത എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങളെ പഠിക്കുക എന്നത് മാത്രമല്ല. സ്വാഭാവികമായും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയതിന് ചിലപ്പോൾ മായ്ക്കേണ്ടിയും വരും, റീലേൺ ചെയ്യേണ്ടി വരും, അൺലേൺ ചെയ്യേണ്ടി വരും. നമ്മൾ പഠിച്ചത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ തിരുത്തുവാൻ കൂടിയുള്ള ശേഷി നമുക്കുണ്ടാകേണ്ടി വരും. ആ ശേഷി നിങ്ങൾക്കുണ്ട് എങ്കിൽ നമ്മൾ സമകാലികമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ തിന്മയെക്കുറിച്ചുള്ള പാഠമെന്ന് പറയുന്നത് വംശീയതയെ തിരിച്ചറിയുവാൻ കഴിയുകയും അതിനെതിരെയുള്ള പടയൊരുക്കത്തിൽ അണിചേരുവാൻ സന്നദ്ധമാവുകയും ചെയ്യുക എന്നതാണ്. അതിന് നിങ്ങൾ സന്നദ്ധമാകണം എന്നതായിരുന്നു SIO കഴിഞ്ഞ 2 മാസക്കാലമായി കേരളത്തിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അത് മാത്രമായിരുന്നില്ല, നമ്മൾ വിദ്യാർത്ഥികളോട് വിശദമായി സംബന്ധിച്ചതാണ്. നിങ്ങൾക്ക് വംശീയതയെക്കുറിച്ച്, വംശീയതക്കെതിരെയുള്ള നിലപാട് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നല്ല ചരിത്ര ബോധ്യമുണ്ടാകണം. സമകാലികമായി വംശീയതയെക്കുറിച്ച്, അതിനെതിരെയുള്ള പടയൊരുക്കങ്ങളിൽ നിങ്ങൾ അണിനിരക്കുമ്പോൾ നല്ല ചരിത്ര ബോധ്യത്തോടുകൂടി തന്നെ ആയിരിക്കണം നമ്മൾക്ക് ആ പടയിൽ അണിചേരേണ്ടത് എന്ന് നമ്മൾ വിദ്യാർത്ഥികളോട് പറയുകയുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫലസ്തീനെ കുറിച്ച് മാത്രം നിങ്ങളൊന്ന് അന്വേഷിക്കുവാൻ തീരുമാനിച്ചാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ എന്താണ് ഫലസ്തീനിൽ നടക്കുന്നത് എന്ന് ഗൂഗിളിനോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഉത്തരം ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന്റെ ടെറിട്ടറിയിലേക്ക് കയറി ബോംബുകൾ വർഷിക്കുകയും അതിന്റെ പ്രതിഫലനമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഉത്തരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഉത്തരത്തിൽ സായുധ്യമടയുവാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ തെറ്റിപ്പോവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ചരിത്രബോധമുണ്ടാകണം. സമകാലികമായ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് നമ്മൾ പറഞ്ഞത്, നമ്മൾക്ക് ചരിത്രബോധ്യം നന്നായിട്ടില്ല എങ്കിൽ ഈ നെറേറ്റീവിനെ നമ്മൾ വിശ്വസിച്ചു പോകും. ഫലസ്തീൻ എന്ന് പറയുന്നത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലുള്ള ഭൂമിയായിരുന്നുവെന്നും 900ങ്ങളുടെ പകുതിയിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ഭാഗമായും തുടർന്നങ്ങോട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കൊളോണിയൽ ശക്തികൾ വീതിച്ചു നൽകുകയും അവിടേക്ക് നടത്തിയ ജൂത കുടിയേറ്റങ്ങളും ബാൽഫർ പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുകയും പതിറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമാണ് ഫലസ്തീൻ എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഫലസ്തീനിന്റെ പക്ഷത്ത് ഒരു മറുപക്ഷമില്ലാതെ, മറുചോദ്യമില്ലാതെ
നിലയുറപ്പിക്കുവാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ല ചരിത്രബോധ്യം ഉണ്ടാവുക എന്നത് സമകാലികമായ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് നിർബന്ധ ബുദ്ധിയ നമ്മൾ സംവദിച്ചിട്ടുണ്ട്. നല്ല രാഷ്ട്രീയ വ്യക്തതയും നമ്മൾക്ക് അനിവാര്യമാണ്. ഇസ്ലാമോഫോബിയയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മളോട് പറയാറുള്ള കാര്യമാണ്, മുസ്ലിങ്ങളുടെ ചില ചെയ്തികൾ കാരണമാണല്ലോ, അവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കാരണമാണല്ലോ ഇസ്ലാമോഫോബിയ ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ചെയ്തികളൊന്ന് മാറ്റിയാൽ മതി എന്നതാണ് പലപ്പോഴും ഇസ്ലാമോഫോബിയയെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളോട് പലരും പറഞ്ഞു തരാറുള്ളത്. നമ്മൾക്ക് ഇസ്ലാമോഫോബിയ എന്താണ് എന്നതിനെ കുറിച്ചുള്ള രാഷ്ട്രീയ വ്യക്തതയില്ല എങ്കിൽ ഈ ഉത്തരത്തിലേക്ക് നമ്മളും എത്തിപ്പോകും. മുസ്ലിങ്ങൾ എന്തോ ചെയ്തത് കൊണ്ടോ മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്യാത്തത് കൊണ്ടോ സംഭവിച്ചതല്ല ഇസ്ലാമോഫോബിയ എന്ന രാഷ്ട്രീയ വ്യക്തത. നമ്മൾക്ക് സമകാലികമായ വിദ്യാർത്ഥി എന്നത് നമ്മൾക്കുണ്ടാകണം. ലോകരാഷ്ട്രീയത്തിൽ കൊളോണിയലിസം അവസാനിച്ചു, ലോകരാജ്യങ്ങളെല്ലാം സ്വാതന്ത്ര്യം നേടി എന്ന് നമ്മൾ ചരിത്രത്തിലും ഹിസ്റ്ററിയുടെ പുസ്തകങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോഴും കൊളോണിയലിസം എങ്ങനെയാണ് ഇന്നും അജയ്യമായി തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള നേർസാക്ഷ്യങ്ങൾ നമ്മൾക്ക് ഇസ്രായേലിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഫലസ്തീൻ പോരാട്ടത്തിന്റെ ചരിത്രവും രാഷ്ട്രീയവും എടുത്തു നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കാണുവാൻ കഴിയും. ഫലസ്തീനിലെ കൂട്ടക്കൊലകളും വംശഹത്യകളും തുടർക്കഥയാകേണ്ടത് ഇസ്രായേലിന്റെ മാത്രം താല്പര്യമല്ല എന്നുള്ളതും ലോകത്തിലെ കൊളോണിയൽ ശക്തികളുടെ എല്ലാവരുടെയും താല്പര്യമാണ് എന്നുള്ളതും വ്യക്തമാകുന്നതോടുകൂടെ നമ്മൾക്ക് ലോക സാഹചര്യ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള കൃത്യതകൾ നമ്മൾക്ക് ലഭ്യമാവുകയാണ്. അവിടെയാണ് രാഷ്ട്രീയ വ്യക്തത എന്നത് സമകാലികമായ വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരസറ്റായി നിങ്ങളിൽ ഉണ്ടാകണമെന്ന് SIO ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. അത് മാത്രം മതിയാവില്ല. ചരിത്രബോധവും രാഷ്ട്രീയ വ്യക്തതയും മാത്രം മതിയാകില്ല. മുസ്ലിം വിദ്യാർത്ഥികളോട് SIO സവിശേഷമായി സംസാരിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങൾക്ക് ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ഊർജ്ജം എവിടെയാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക്, ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രങ്ങളിലേക്ക്, തലമുറകളുടെ ചരിത്രങ്ങളിലേക്ക് എടുത്തു നോക്കുമ്പോൾ അള്ളാഹുവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മൾക്ക് അനിവാര്യമായും ഏറ്റവും ഊർജ്ജസ്വലമായി ഉണ്ടാകേണ്ടുന്ന സന്ദർഭം കൂടിയാണ് ഇന്ന് നമ്മൾ പറയുകയുണ്ടായി. അൽ ഈമാനു ബില്ലാ എന്ന് പറയുന്ന ശക്തിയുണ്ടല്ലോ, ആ ശക്തിക്ക് മറ്റനേകം ശക്തികളെയും മറ്റെല്ലാ ശക്തികളെയും കീഴൊതുക്കുവാൻ കഴിയുള്ള ശക്തിയാണതെന്ന് SIO വിദ്യാർത്ഥികളോട് ഉറപ്പിച്ചുറപ്പിച്ചു പറയുകയായിരുന്നു. അള്ളാഹുവുമായുള്ള ബന്ധത്തെ, റസൂലുമായുള്ള സ്നേഹബന്ധത്തെ, ഈമാനികമായ കരുത്തിനെ നിരന്തരമായി വർദ്ധിപ്പിച്ചുകൊണ്ടാവണം സമകാലികമായ പ്രതിസന്ധികളെ മറികടക്കാനുള്ള നമ്മുടെ പാഠങ്ങളും പഠനങ്ങളും മുന്നോട്ട് പോകേണ്ടത് എന്ന് SIO സംവദിക്കുകയായിരുന്നു. അങ്ങനെ നല്ല ചരിത്രബോധ്യത്തോടെ, നല്ല രാഷ്ട്രീയ വ്യക്തതയോടെ, ഏറ്റവും ശക്തമായ ഈമാനികമായ കരുത്തോടുകൂടെ നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തെ നിങ്ങൾ അണിയിച്ചൊരുക്കണം എന്നായിരുന്നു SIO ഈ ക്യാമ്പയിനിലൂടെ വിദ്യാർത്ഥികളോട് സംവദിച്ചത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഗസക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ നമ്മൾ നിരന്തരമായി ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് നോക്കുമ്പോ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോ ചില കാപട്യങ്ങൾ നമ്മൾ കാണാതിരിക്കുവാൻ കഴിയില്ല. നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം, അവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ, രാജ്യം, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അതിനെ എவ்விதമാണ് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് സുവ്യക്തമായ സ്വഭാവത്തിലുള്ള വ്യത്യസ്തങ്ങളായ വെളിപ്പെടുത്തലുകൾ നിരന്തരമായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി, നിങ്ങളെ മാഷിന്റെ കഴിഞ്ഞൊരു മാസക്കാലത്തെ പത്രപ്രസ്താവനകൾ നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെ കുറിച്ചല്ല കൂടുതൽ സംസാരിച്ചത് നിങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹം കൂടുതൽ സംസാരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. അദ്ദേഹം എപ്പോഴും മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചല്ല, മുന്നിലുള്ള കാര്യങ്ങളെ കുറിച്ചല്ല. അദ്ദേഹം കഴിഞ്ഞ 1-2 മാസക്കാലം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് പിന്നിലേരാണ് എന്നാണ്. ഞാൻ ഈ നാട്ടിലെ
വാഹന കമ്പനികളോടും മറ്റു ബിസിനസ്സുകാരോടുമൊക്കെ നല്ല ക്യാമറ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗോവിന്ദ മാഷെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നിലുള്ളത് ഏറ്റവും വ്യക്തമായി കാണുവാൻ കഴിയുന്ന ക്യാമറ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് തോന്നുന്നത്. നിരന്തരമായി പറയുകയാണ് പിന്നിലെ ജമാഅത്തെ ഇസ്ലാമി, പിന്നിലെ ജമാഅത്തെ ഇസ്ലാമി. ഇദ്ദേഹത്തിന്റെ കണ്ണ് ഒന്ന് മുമ്പിൽ ഒന്ന് പിന്നിലാണോ എന്ന് തോന്നിപ്പോകും. നിരന്തരമായി പിന്നിലുള്ള കാര്യങ്ങളെ അദ്ദേഹം കാണുന്നുള്ളൂ, മുന്നിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. ഒരു സംസ്ഥാന സെക്രട്ടറി, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എത്തിയിരിക്കുന്ന ഗതികേടിന്റെ ഏറ്റവും സമകാലികമായ ഉദാഹരണമാണ് നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. RSS-മായി കേരളത്തിലെ പോലീസിന്റെ തലവൻ ചർച്ച ചെയ്തത്, പോയി കണ്ട് സംസാരിച്ചത്, ചർച്ചയാക്കിയതാണ് അദ്ദേഹത്തിന് വേവലാതിപ്പെടുന്നത്. പോയതോ കണ്ടതോ എന്താണ് സംസാരിച്ചത് എന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല. പിണറായി വിജയന്റെ ടേബിളിൽ നിന്ന് ആ റിപ്പോർട്ട് എങ്ങോട്ടും പോയിട്ടില്ല, അദ്ദേഹത്തിനും കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് അദ്ദേഹം പിന്നിലെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നത്. പ്രിയമുള്ള ഗോവിന്ദ മാഷെ, നിങ്ങളൊന്ന് മുന്നോട്ട് നോക്കിയിട്ട് എന്തിനായിരുന്നു ആ മനുഷ്യൻ RSS-ന് അടുത്ത് പോയി സംസാരിച്ചത് എന്നതിനെ കുറിച്ച് മുന്നിലുള്ള പിണറായി വിജയനോടൊന്ന് ചോദിക്കുവാനുള്ള ആർജവം കാണിക്കുവാനാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. പിന്നിലുള്ള ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അത് നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലൊക്കെ പോകും. അത് ഒരു സ്വാർത്ഥഭാഗ സംഘമാൻ, അതിന് അതിൻ്റെതായ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഉണ്ട്. അത് നിർവഹിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ലല്ലോ, നമ്മുടെ ഈ നാടിന്റെ അടുത്തുള്ള ഒരു യുവസുഹൃത്തുണ്ട്. നേരത്തെ ഷഫാഖ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് വേണ്ടി അടിമ വംശമായി നിലകൊള്ളേണ്ടി വരുന്ന ചില ആളുകളുണ്ട്. അവരുടെ പേരിന്റെയും അവരുടെ മതത്തിന്റെയും ഒക്കെ ടാഗ് ലൈനുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ എടുത്തു വെക്കേണ്ടി വരും. ആ യുവസുഹൃത്ത് സമാനമായ സ്വഭാവത്തിൽ കഴിഞ്ഞ 1-2 മാസക്കാലമായി അദ്ദേഹവും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു ഭരണപക്ഷ MLA കേരളത്തിലെ ഭരണത്തെക്കുറിച്ച്, അവിടെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന RSS-ന്റെ ദാസ്യവേലയെ കുറിച്ച് തുറന്നു പറഞ്ഞപ്പോ അതൊക്കെയും ചർച്ചയാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന മറ ഉണ്ടാക്കി രക്ഷപ്പെട്ടു കളയാം എന്നതായിരുന്നു CPIM-ഉം DYFI-യും ഒക്കെ വിചാരിച്ചത്. ഈ നാടിന്റെ അടുത്തുള്ള യുവസുഹൃത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, താങ്കൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട. താങ്കളുടെ പ്രസ്ഥാനമുണ്ടല്ലോ DYFI കേരളത്തിലെ എത്രയെത്ര പോലീസ് സ്റ്റേഷനുകൾ എന്തൊക്കെ പരാതി നൽകിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കുമോ? RSS-ന്റെ അതിന്റെ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളുടെ കാസയുടെ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ DYFI കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ സ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കുവാൻ പ്രിയമുള്ള യുവസുഹൃത്തെ, താങ്കൾക്ക് എന്നാണ് നേരം കിട്ടുക എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിറകെ പോകുവാനുള്ള നേരമുണ്ടെങ്കിൽ താങ്കൾക്ക് DYFI-യുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ കമ്മിറ്റികളും കൊടുത്തിട്ടുള്ള പരാതികൾക്ക് പിറകെ പോകാനുള്ള സമയമെങ്കിലും ഒന്ന് കണ്ടെത്തുവാൻ കഴിയേണ്ടതുണ്ട് എന്ന് ആ യുവസുഹൃത്തിനോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മറയുണ്ടാക്കി രക്ഷപ്പെടുവാൻ കഴിയില്ല. ആളുകൾക്ക് നേരെ ചൊവ്വെ കാണാൻ കഴിയുന്നതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുഭവിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതിനെ മറയുണ്ടാക്കി രക്ഷപ്പെടുവാൻ കഴിയില്ല. ഇതിനെ തിരുത്തുവാനുള്ള ആർജവമുണ്ടെങ്കിൽ പ്രഖ്യാപിക്കുക, അല്ല എങ്കിൽ ഈ കളിയുമായി മുന്നോട്ട് പോവുക. ഇതിനെ തുറന്ന് എതിർക്കുവാനും ഇതിനെ ചർച്ചയാക്കുവാനും പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും ജമാഅത്തെ ഇസ്ലാമിയും അതുമാത്രമല്ല വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് പാർട്ടി സെക്രട്ടറിയോടും പരിവാരങ്ങളോടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ പാർട്ടി അതിന്റെ നയം ഫലസ്തീൻ അനുകൂലമായ നയമാണ് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ SIO-ന്റെ സഹപ്രവർത്തകർ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഒരുമിച്ച് ചേർന്നു. അവർ ഫലസ്തീൻ അനുകൂലമായ ചില പാട്ടുകൾ ഒരുമിച്ചിരുന്ന് പാടി. ഫലസ്തീൻ അനുകൂലമായ പാട്ടുകൾ പാടുമ്പോൾ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ് പോലീസിന് അത്രമേൽ പിടിക്കുകയില്ല. അവർ വന്ന് പറഞ്ഞു, നിങ്ങൾ പാട്ട് മാറ്റണം കേട്ടോ, CD മാറ്റണം, ഈ CD ഞങ്ങൾക്ക് പറ്റൂല, ഫലസ്തീൻ അനുകൂല പാട്ടുകൾ നമ്മൾ പാടാൻ പറ്റൂല, വേറെ പാട്ടെന്തെങ്കിലും പാടിക്കോ, അത് പ്രശ്നമില്ല എന്നുള്ളതാണ്. ആ പോലീസിനോട് കേരളത്തിലെ RSS-ന് ദാസ്യവേല ചെയ്യുന്ന, സയണിസത്തിന് ദാസ്യവേല ചെയ്യുന്ന കേരള പോലീസിനോട് ഞങ്ങൾ പറയുന്നു, കണ്ണൂരിൽ മാത്രമല്ല സംസ്ഥാനത്തിന്റെ മുഴുവൻ ബീച്ചുകളിലും തെരുവുകളിലും ഫലസ്തീനിന്റെ പാട്ടും പ്രതിഷേധവും സംഘടിപ്പിച്ചുകൊണ്ടല്ലാതെ ഇതിന്റെ ഒന്നും അവസാനം സംഭവിക്കില്ല എന്ന് കേരള പോലീസിന് മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ സംരക്ഷിക്കുവാൻ ചിലപ്പോൾ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാവും, ADGP ഉണ്ടാകും. ADGP മാറി, ഇപ്പൊ എന്തിന്റെ GP എന്നറിയില്ല. നിങ്ങളുടെ ഭരണ സംവിധാനങ്ങളുടെയോ
തോക്കിൻകുഴലിന്റെയോ ലാത്തി ചാർജിന്റെയോ ജയിൽ മുറകളുടെയോ ഒന്നിന്റെയും മുന്നിൽ നിന്നുവരുന്ന ചെറുപ്പമല്ല ഇതെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് മുന്നേയുള്ള എത്രയോ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കുന്നില്ല എങ്കിൽ ഇനിയും പാഠം നൽകുവാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്. ഈ വിദ്യാർത്ഥി സംഘം ഗസക്ക് വേണ്ടി, ഫലസ്തീനു വേണ്ടി, ഫലസ്തീൻ പോരാട്ടം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടത്തേണ്ടുന്ന ഒരു വൈകുന്നേരത്തെ പരിപാടിയല്ല എന്ന് CPIM-ഉം അതിന്റെ ഭരണ സംവിധാനങ്ങളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് ഞങ്ങൾ നെഞ്ചോട്, ഹൃദയത്തോട്, രക്തത്തിന്റെ ഉള്ളിലോട് ചേർത്ത് വെക്കുന്ന വികാരമാണ്. അത് ഞങ്ങൾക്കൊരു വൈകുന്നേരത്തെ ഐക്യദാർഢ്യ പരിപാടിയിൽ തീർന്നു പോകുന്ന കാര്യമല്ല. കണ്ണൂരിലെ പോലീസ് അവരുടെ ലാത്തിമുറകൾ കൊണ്ട് കാണിച്ചാൽ നിർത്തി വിട്ടു പോകുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ജീവിതത്തോട് ജീവിതഗന്ധിയായി നിൽക്കുന്ന കാര്യമാണ്. അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ചെറുപ്പമാണിതെങ്കിൽ ഈ പോരാട്ടത്തോടൊപ്പം, ഈ ഐക്യദാർഢ്യങ്ങളോടൊപ്പം, അടിച്ചമർത്തപ്പെടുന്ന ജനതയോടൊപ്പം, ഫലസ്തീനിന്റെ പോരാട്ടത്തോടൊപ്പം നിലയുറപ്പിക്കുവാൻ ഞങ്ങൾ സന്നദ്ധമാകും. നിരന്തരമായി ആ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമകാലികമായ ലോക സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഫലസ്തീനെ കുറിച്ച് പറയുമ്പോൾ സമാനമായി ഒപ്പം നമ്മൾ പറഞ്ഞതാണ് ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കണമേ എന്നുള്ളത്. ബാബരി നമ്മൾക്ക് മറക്കാനുള്ള ഒരു ഏടല്ല, നമ്മൾക്ക് മാറ്റിവെക്കാനുള്ള ഏടല്ല. നമ്മുടെ ചരിത്ര പാഠത്തിലെ ഒന്നാമത്തെ ചരിത്ര പുസ്തകം തന്നെയാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്നത്. ഇരട്ട വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ബാബരി 1992 ഡിസംബർ 6 ഹിന്ദുത്വ കാപാലികരാൽ കൊല ചെയ്യപ്പെട്ടതാണ് ബാബരി ആദ്യമെങ്കിൽ. രണ്ടാമതായി കൊല ചെയ്യപ്പെടുന്നത് സുപ്രീം കോടതിയുടെ വിധിയോടെയാണ്. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന മസ്ജിദ് തകർക്കപ്പെട്ടത് തെറ്റാണ്, അതിനാക്രമിച്ചത് തെറ്റാണ്. അവിടെ നേരത്തെ ശക്തമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം കോടതി എല്ലാം വ്യക്തമായി നിരത്തിയതിനു ശേഷം അവസാനമായി പറയുകയാണ്, ഇതൊക്കെയാണെങ്കിലും ആ സ്ഥലം രാമക്ഷേത്രത്തിന് വേണ്ടി കൊടുക്കുവാൻ സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുകയാണ് എന്നാണ്. രണ്ടാമത്തെ വധശിക്ഷയുടെ വിധിയാണ് നമ്മൾക്കവിടെ വായിക്കാൻ കഴിയുന്നത്. സമകാലികമായി നമ്മൾക്ക് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വിധി അജ്മൽ കസബിന്റെതാണ്, അഫ്സൽ ഗുരുവിന്റെതാണ്. അഫ്സൽ ഗുരുവിന് തെറ്റുകളൊന്നും കണ്ടെത്തുവാൻ കോടതി കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ചാർത്തിയ ഒരു കുറ്റവും തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒക്കെയും വ്യക്തമായി നിരത്തിയതിനു ശേഷം കോടതി പറയുകയാണ്, ഇതൊക്കെയാണെങ്കിലും പൊതുമനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹത്തിന് തൂക്കുകയർ വിധിക്കുകയാണ് എന്നുള്ളത്. ഇങ്ങനെ തൂക്കുകയർ വിധിക്കപ്പെട്ട, വധശിക്ഷ വിധിക്കപ്പെട്ട ബാബരിയും അഫ്സൽ ഗുരുവും അടക്കമുള്ള അടയാളങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് മറക്കുവാനുള്ള അടയാളങ്ങളല്ല, നിരന്തരമായി ഓർമ്മിക്കുവാനുള്ള നമ്മുടെ ഊർജ്ജ സംഭരണികളായി നമ്മുടെ ചരിത്ര പാഠങ്ങളിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് നമ്മൾ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് സംസാരിക്കുകയായിരുന്നു. ചില യുവ സുഹൃത്തുക്കൾ അവിടെയുമുണ്ട്. അവർ നമ്മളോട് ഉപദേശിക്കുകയാണ്, ബാബരിയെ മറന്നു കളയണ എന്നാണ്. ബാബരിയൊക്കെ ഇനിയും ഓർക്കാനുള്ളതാണോ? അതൊക്കെ എന്നോ സംഭവിച്ചില്ലേ, കഴിഞ്ഞില്ലേ? ഇനിയും അതിങ്ങനെ ഓർത്തു നിൽക്കേണ്ട കാര്യമാണോ? പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ബാബരിയെ മറന്നിട്ട് നിങ്ങൾക്ക് കൺസ്ട്രക്റ്റീവായ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കൂ എന്നാണ്. പ്രിയമുള്ള സുഹൃത്തെ, ബാബരിയുടെ ഡിസ്ട്രക്ഷനെ കുറിച്ച് പറയാതെ ഏത് കൺസ്ട്രക്ഷനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുവാൻ കഴിയുക? ബാബരിയുടെ ഡിസ്ട്രക്ഷനാണ് കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സിന്റെ ഒന്നാമത്തെ പാഠം എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ കഴിയുന്നില്ല എങ്കിൽ, ബാബരി മറക്കുവാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങൾ തുടർന്നും പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ബാബരിയിൽ മാത്രം നിൽക്കുകയില്ല, മറിച്ച് നിങ്ങൾ പറയുക പെഹ്ലുവാനെയും മഖ്ലാഖിനെയും ഹാഫിദ് ജുനൈദിനെയും ബിൽക്കീസ് ബാനുവിനെയും ഒക്കെയും മറക്കുവാൻ തന്നെയാണ് നിങ്ങൾ അതിന്റെ തുടർച്ചയിൽ പറയുവാൻ കഴിയുക. അതുകൊണ്ട് ബാബരിയെ മറക്കാനല്ല, ബാബരിയെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ബാബരിയെ കുറിച്ചുള്ള നിരന്തരമായ ഓർമ്മകളും അതിനെ പുനർനിർമ്മിക്കാനുള്ള, അതെവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ പുനർനിർമ്മിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ അധ്വാനവും പ്രായവും അതിനുവേണ്ടി നൽകുവാൻ സന്നദ്ധമാകുന്ന സ്വഭാവത്തിലാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സമകാലികമായ വംശഹത്യാ പദ്ധതികൾക്കെതിരെ
പടയൊരുക്കത്തിന് അണിനിരത്തുവാൻ SIO ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഗസയിൽ നിന്ന് ധാരാളം പാഠങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് പഠിക്കാനുണ്ട്. ഗസയിൽ ഒരു ക്യാമ്പിൽ നിന്ന് നമ്മൾ കണ്ട വീഡിയോ ആണ്. ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടി, അവർ ഖുർആൻ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരോട് പോയിട്ട് ചോദിക്കാൻ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഖുർആൻ വായിക്കുന്നത്? അവർ പറയുന്നു, എന്റെ പ്രയാസങ്ങൾ, എന്റെ ദുഃഖങ്ങൾ, വേദനകൾ, അതിനെ മായ്ക്കാൻ കഴിയുന്ന, അതിനെ മറക്കാൻ കഴിയുന്ന എന്റെ ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് ഖുർആനാണ് എന്ന സഹോദരി പറയുകയാണ്. അവർ തുടർന്ന് പറയുന്നു, ഞാൻ 6 ദിവസത്തിൽ ഒരു ഖത്തം പൂർത്തിയാക്കും. 6 ദിവസത്തിൽ ഒരിക്കൽ ഖുർആൻ മുഴുവൻ ഞാൻ വായിച്ചു പൂർത്തിയാക്കും. അങ്ങനെ നിരന്തരമായ ഖുർആൻ വായിക്കുമ്പോ എനിക്ക് എന്റെ വേദനകൾ അകലുന്നതായി തോന്നും. ഒരു മനസ്സമാധാനത്തിന്റെ പൊൻകിരണം എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരും. ഇങ്ങനെ എത്രയോ വീഡിയോകൾ നമ്മൾ കാണുകയാണ്. ഗസയിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠങ്ങളെ മനസ്സിൽ ഉൾക്കൊള്ളുക, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വാങ്ങിവെക്കുക എന്നത് സമകാലികമായി നമ്മൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യമാണ്. നമ്മുടെ സമകാലികമായ വംശഹത്യാ പദ്ധതികൾക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടത്തിൽ ഗസയിൽ നിന്നും ഇങ്ങനെ ധാരാളം പാഠങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാനുണ്ട്, നമ്മൾക്ക് ചേർത്ത് വെക്കാനുണ്ട്. ആ പാഠങ്ങളെ ചേർത്ത് വെക്കുകയും ഗസയോടുള്ള ഐക്യദാർഢ്യങ്ങൾ നിരന്തരമായി പ്രഖ്യാപിക്കുകയും സമകാലികമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വംശഹത്യാ പദ്ധതികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നിരന്തരമായി ഉണർന്നെണീക്കുകയും ബാബരി പോലെയുള്ള ഓർമ്മകൾ നിരന്തരമായി സജീവമാക്കിക്കൊണ്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നല്ല ചരിത്ര ബോധ്യത്തോടെയും രാഷ്ട്രീയ വ്യക്തതയോടെയും നിറഞ്ഞ ഈമാനോടുകൂടെയും ഈ വിദ്യാർത്ഥി വിപ്ലവ പാതയിൽ തുടർന്നും അനുസ്യൂതം നിങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മേഖല വിദ്യാർത്ഥി സമ്മേളനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.